guys, I am Aja. Welcome back to my YouTube channel. ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് മൈ സ്റ്റൈൽ ഓഫ് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ആൻഡ് ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് ഈഹ ഡിസൈൻസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ജ്വല്ലറീസ് ഫ്രം ദ ബ്രാൻഡ് ഷിസാഗ. ഇതിന്റെ പർച്ചേസ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. സോ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു മാല സ്റ്റെയിൻലെസ് ആന്റി ടർണിഷിൽ വരുന്ന ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു കുർത്തയുടെ നെക്ക് ഡിസൈൻ വന്നിട്ട് ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു 3 പീസ് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റ് അല്ലായിരുന്നു കേട്ടോ. ഷോളും അതുപോലെ തന്നെ കുർത്ത ടോപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാന്റ് ഞാൻ വേറെ പെയർ ചെയ്തതാണ്. ഈ ഒരു ഹീൽസ് വന്നിട്ട് സിൽക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെയാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ ഒരു സ്റ്റൈൽ ഓഫ് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് ലോറിയ പാരസിന്റെ റിവൈറ്റാലിഫ്റ്റ് ക്രിസ്റ്റൽ മൈക്രോ എസൻസ് ആണ്. ക്ലെയിം ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിനും ഭയങ്കര റേഡിയന്റ് ആയിട്ടൊരു ലുക്ക്, പെട്ടെന്നൊരു ഗ്ലോ കിട്ടും എന്നുള്ളതാണ്. അത് ആക്ച്വലി റൈറ്റ് ആണ്. ഇത് സെറം അല്ല, എസൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഭയങ്കര ക്വിക്കായിട്ട് തന്നെ അബ്സോർബ് ആവും. സെക്കൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഡോക്ടർ ഷത്തിന്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി മോയിസ്ചറൈസർ ആണ്. ഇത് വന്നിട്ട് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിനായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആവുക. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നിട്ട് ഒരു 350 ആ ഒരു റേഞ്ചിലായിരിക്കും. നിങ്ങളുടെ ഒരു സെൻസിറ്റീവ് അല്ലെങ്കിൽ ആക്നെ പ്രോ സ്കിൻ ആണെങ്കിലും നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്, നോൺ സ്റ്റിക്കി ആണ്. ഇനി നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇത് മെബലിന്റെ മാറ്റ് പ്ലസ് പോർലെസ് ഫൗണ്ടേഷൻ ആണ്. ഇൻ ദ ഷെയ്ഡ് 115. ഞാൻ ഫസ്റ്റ് കണ്ണിന്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ടീ സോണിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ആവശ്യമുള്ളിടത്ത് മാത്രം ഇട്ടാൽ മതി. ദെൻ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫൗണ്ടേഷന് മീഡിയം കവറേജ് ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു കൺസീലറും കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അടുത്തത് ഫിറ്റ്മിയുടെ തന്നെ ഓയിൽ കൺട്രോൾ പൗഡർ ആണ് കേട്ടോ. അത് കോമ്പാക്ട് പൗഡർ ആണ്. ഇത് ഫേസ് ഫുൾ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഞാനിത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 115 ആണ്. ഫേസിൽ നല്ലപോലെ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഡീപ്പ് നെക്ക് ഒക്കെ ആണെങ്കിൽ നെക്ക് ഒരിക്കലും മിക്സ് ആക്കരുത്. അവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോമ്പാക്ട് പൗഡർ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിംഗ് തന്നെ തരുന്നുണ്ട്. എനിക്ക് മേക്കപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഇഷ്ടമുള്ളത് ഇതുപോലത്തെ ബ്രഷസ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ലോറിയ പാരിസിന്റെ തന്നെ മേക്കപ്പ് ബ്രഷസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷസ് തന്നെയാണ്. ഈ ഒരു സെറ്റിൽ വന്നിട്ട് 5 ഡിഫറെന്റ് ആയിട്ടുള്ള പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രഷസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ എന്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഫോക്സ്ടെയിലിന്റെ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ ആണ്. ഒന്നും പറയാനില്ല, കണ്ണും പൂട്ടി വാങ്ങിച്ചോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു ഫോക്സ്ടെയിലിന്റെ സൺസ്ക്രീൻ വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ മാച്ചാവും. ഇത് ഇഷ്ടപ്പെടാൻ കുറേ കാരണങ്ങളുണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഒരു ഗ്ലോ ഫിനിഷിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. SPF 50 ആണ്. അതുപോലെ തന്നെ PA4+ ആണ് ഉള്ളത്. ഇനി ഞാൻ ഒരു ലിപ് ബാം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഗുഡ് വൈബ്സിന്റെ ലിപ് ബാം ആണ്. ഇതിന്റെ ഈ ഒരു കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇനി അപ്ലൈ ചെയ്യുന്നത് ഒരു സംഭവമാണ്. ഇതൊരു ഹൈലൈറ്റർ ആണ് ആക്ച്വലി. ഇത് ലാക്മിന്റെ ലുമി ക്രീം മോയിസ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ ആണ്. വേറൊന്നുമല്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് ഒരു എഫക്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിന്റെ ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ. ഇത് 4 ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇത് കണ്ട് ഐബ്രോസ് ചെയ്തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. ഇതിലെ 4 ഷെയ്ഡ്സ് പറയുമ്പോഴത്തേനും ബ്ലാക്കിന്റെയും ബ്രൗണിന്റെയും ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ. ഞാൻ ഇതിലെ ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്. ദെൻ വേണം നമ്മൾ മിഡിലേക്ക് വന്നിട്ട് ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, ബാക്ക്വേർഡ് ആയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിന്റെ ഈ ഒരു ഐലൈനർ ആണ്. സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. മേക്കപ്പ് ഒക്കെ തുടങ്ങിയ കാലം മുതൽ ഇത് തന്നെയാണ്. അപ്പോഴും ഇപ്പോഴും മാറാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇതാണ്. അപ്പർ ഐലിഡിൽ ഈ ഒരു ഡാസ്ലറിന്റെ ഐലൈനർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ലോവർ ഐലിഡിൽ യൂസ് ചെയ്യുന്നത് മെബലിന്റെ തന്നെ ഐ ജെല്ലാണ് കേട്ടോ. ഇനി കണ്ണ് എഴുതി തുടങ്ങുന്നതിന് ഞാൻ കുറച്ച് താഴേക്ക് ഇറക്കിയാണ് കേട്ടോ എപ്പോഴും എഴുതാറ്. അത് കണ്ണിച്ചിരും കൂടെ വലുതായിട്ടുള്ള ഒരു ഇല്യൂഷൻ തോന്നാൻ വേണ്ടിയിട്ടാണ്. ദെൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു മെബലിന്റെ ഹൈപ്പക്ക് വാട്ടർ പ്രൂഫ് മസ്കാറയാണ്. നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു സംഭവം. ഭയങ്കര ഡ്രൈ ആണ്, പക്ഷെ ഇതിന്റെ ഷെയ്ഡ് അടിപൊളിയാണ്. ഒരിടയ്ക്ക് ഭയങ്കര കത്തി കയറിയ ഒരു ലിപ്സ്റ്റിക് ആണ് മാൾസിന്റെ ഗേൾ പവർ. ഇതിന്റെ ഒരു ഷെയ്ഡ് ഒരു ബ്രിക്ക് കളറാണ്. ഒരു വാം ബ്രൗൺ അണ്ടർടോണിലൊക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ്. നല്ല ഡ്രൈയിങ് ആണ് കേട്ടോ ലിപ്സിൽ. അതാണ് മെയിൻ കാര്യം. പക്ഷെ എന്നാലും ഭയങ്കര പിഗ്മെന്റഡ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പോരാത്തതിന് സ്മച്ച് പ്രൂഫും ആണ്. ഞാൻ അതിന്റെ കൂടെ തന്നെ ഒരു ലിപ് ലൈനർ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പക്ഷെ ജ്വല്ലറി ഇല്ലാണ്ട് എന്ത്, അങ്ങനെ നമ്മൾ ഓരോന്ന് മാറ്റി ഇടുവാണ് കേട്ടോ. എനിക്ക് ഇതാണ് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞാൻ 2 കാതിലുമായിട്ട് ജസ്റ്റ് മാറ്റി ഇടുവാണ്. പക്ഷെ എനിക്ക് ആ ലോങ് ആയിട്ടുള്ളതാണ് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അത് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇയർ
ഇയറിങ്സ് കുറച്ച് ലോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഇലൂഷൻ കിട്ടും. മുടി ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണുള്ളൂ. ഞാൻ വലിയ കലാപരിപാടി ഒന്നും യൂഷ്വലി ചെയ്യാറില്ല. ഇങ്ങനെ ഒരു ഫൈനൽ ലുക്ക് കഴിയുമ്പോഴത്തേനും ഞാൻ ഹെയറിൽ യൂഷ്വലി ഒന്നെങ്കിൽ ഒരു സെറം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ബൈ ദ ബൈ ഞാൻ ഇന്നൊരു പള്ളിപ്പെരുന്നാളിന് ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിത്തേനും ഈ ഒരു കുളം ഉണ്ടല്ലോ, ഇവിടെ നോക്കി നിറച്ചും മീനുകളായിരുന്നു. ദേ പോണുണ്ട് ഒരു ഓറഞ്ച് പുള്ളിയും പാണ്ടൊക്കെ ഉള്ളത്. പുള്ളി വല്ലപ്പോഴും ഒക്കെ ആ മേലിട്ട് പൊന്തി വരുള്ളൂ. ഈ പോണത് പിന്നെ നമ്മുടെ സ്വന്തം ആളാ, ഈ വൈറ്റ്. എന്തെങ്കിലും കഴിക്കാൻ തരുമോന്ന് ചോദിച്ചിട്ടാണ് ഈ വന്നത്. പിന്നെ ഈ കൂടെയുള്ള പടയും പട്ടാളങ്ങളൊക്കെ തിലാപ്പി കുഞ്ഞുങ്ങളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതൊന്നുമല്ല നമ്മുടെ കാര്യം. ഇതിന്റെ ഇടയിൽ വല്ലപ്പോഴും മാത്രം പൊന്തി വരണം, ഭയങ്കര വലുത് ഒരെണ്ണമുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എവിടെയാണെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും പിന്നെ ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. നമ്മൾ തീറ്റിയിടാൻ വേണ്ടി വരുന്നതിനും അസംബ്ലി അടിച്ച് നിൽക്കണ പോലെയാണ് ഒക്കെ നിൽക്കണത്. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് ആ ഒരു വലിയ ഒരു മീനുണ്ടെന്ന് പറഞ്ഞില്ലേ, പുള്ളീനെ കാണുന്നത് കേട്ടോ. അവര് ഒന്നല്ല 2 പേരാണ്, ലവേഴ്സാണ് ഗൈസ്. ഇതിലേക്ക് കണ്ണെടുക്കാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ കാണാത്ത വേറെയും മീനുകൾ ഇതിൻ്റെ അകത്തേക്ക് മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കും കേട്ടോ. വലുത് ഒറ്റ എണ്ണം മേളിലേക്ക് വരൂല. എന്തായാലും ഈ കുളത്തിലുള്ള എല്ലാവരും കൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിന്റെയും പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.